हेलो। हेलो, कौन है? मैं हूँ। तुम अभी क्यों? कहाँ से? मैं इधर केरला में हूँ। केरला में? केरला में किधर? मैं रेलवे स्टेशन के बाहर हूँ। क्या तुम उधर ही रहो? अबे साले उठना, जल्दी उठ, सपना देख रहे हैं आपको। चलो चलो चल। वो अभी कहाँ है? वो अभी हमारे पास नहीं है, मालिक के साथ झगड़ा करके दूसरा काम पे गया। फिर भी इतना दूर से तुम? मैं वहाँ अकेली थी ना, अगर वहाँ पर रहना तो मुझे उसे मारना पड़ेगा, नहीं तो मुझे खुद मरना पड़ेगा। अरे मारना मारना सब छोड़ो, चलो चलो चलो। तुम इधर आकर बहुत बड़ा गलती की यार। वो छोड़ो, घर की क्या हाल है अभी? हमारा बाप सबसे भीख मांग के हमारी जिंदगी गुजारता है, लेकिन उसके साथ रहना अभी बहुत मुश्किल है। मुझे नहीं पता मुझे अभी क्या करना है, इसके लिए मैं यहाँ पर आ गई। अभी तुम लोग बताओ। देखो अच्छा यही बात है, तुम घबराओ मत। हाँ। वो तुमसे बहुत प्यार करता है। हाँ, वो तुमको संभालेगा। मुश्किल नहीं, हम लोग है ना। चलो बैठो बैठो। सेटअप रखो। बस बस। वो राजू भाई इधर नहीं है। ഏത് രാജു ഭാई? അങ്ങനെ ആരും ഇവിടെ ഇല്ല. चलो भाई, कौन है? वो इधर का काम छोड़ दिया। चलो जाएगा भैया। तुम इधर बैठो। चलो भाई वो राजू भाई है इधर? वो नहीं, वो चला गया। चला गया? चला गया। वो इधर भी नहीं है, दूसरे काम पे गया। सोडा दे दे, 3 सोडा। पी लो।
बैठो। मैं भी आएगा। तुम बैठो, हम लोग देख के आएगा। अरे छोड़ूंगी नहीं तुझे मैं। कहाँ जा रहे हो? रोक गाड़ी। വണ്ടി മറിഞ്ഞേനെ. വണ്ടി ഒന്ന് തള്ളത്തേക്ക് മാറ്റിയിടാനും സമ്മതിക്കില്ല. ഇവിടെ ഇങ്ങ് ആരുമില്ല. എന്റെ പെണ്ണുപിള്ളയുടെ ഭാഗ്യം. ഇല്ലെങ്കിൽ നാളത്തെ പത്രത്തിൽ എന്റെ പടം അടിച്ചു വന്നേനെ. തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ച ഓട്ടോക്കാരൻ പിടിയിലെന്നും പറഞ്ഞു. ഛേ, നീ എന്താ മലയാളികളെ കുറിച്ച് വിചാരിച്ചു വെച്ചിരിക്കുന്നത്? പെണ്ണുങ്ങളെ കണ്ടുറങ്ങി തട്ടിക്കൊണ്ട് പോണമാരാന്നോ? ഞങ്ങൾക്ക് കൊണ്ടൊരു അമ്മയും പെങ്ങന്മാരും ഒക്കെ. ഇറങ്ങടി, ഇറങ്ങി ഇങ്ങോട്ട്. ഇറങ്ങാൻ ഇങ്ങോട്ട് ഇറങ്ങടി, ഇങ്ങോട്ട് ഇറങ്ങാൻ. അവിടെ കയറി ഞെളിഞ്ഞിരിക്കോ? അവിടെ ഒരു ബാഗ്. ഇതുവരെയുള്ള പൈസ സേവനമൊക്കെ ഇത്രയും മതി. എനിക്ക് ചാവാൻ വയ്യ. ദേവിയെ, നല്ല കണി. क्या? रोको 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 भाई। रोको भाई, रोको गाड़ी रोको। എങ്ങോട്ടാ? आप लोग जंक्शन जा रहे हैं? ആ കേറ് വാ ഒന്ന് നീങ്ങിരുന്നടാ അങ്ങോട്ട് आजा, बैग दे इधर। पकड़ो। സൂക്ഷിച്ച് ആ കേറ് കേറ് इधर बैठ। साहब जाएगा। ഇങ്ങോട്ടിറങ്ങി വാടി വാടി ഇങ്ങോട്ട്
ഉളുപ്പില്ലാതെ വെളുക്കും വരെ പ്രേമിക്കും. പക്ഷെ കാശിന്റെ കാര്യം വരുമ്പോ എല്ലാവരും ഒരു അമ്മ പറ്റ മക്കളാണ്. റാണിയുടെ അടുത്ത് അവരെ പേടിപ്പിക്കണം. പുലരുവോളം പുറത്തിട്ട് അടിവാങ്ങി പോണോടുമാരുണ്ടാവും. ഇത് മുതൽ വേറെയാണ്. അവനതറിയില്ല. എന്താ പറ്റിയ പറ്റിയനെ അവന്. ഇതുമാതിരി ഉള്ളവരുടെ കൊട്ടേഷൻ ഇനി മേൽ എന്റെ മേൽ പിടിക്കരുത്. പണിയെടുത്തില്ലെങ്കിൽ ഇല്ലാന്നേ ഉള്ളൂ. നീ വണ്ടി എടുത്തേ. ഓരോരുത്തന്മാര് വന്നോളും. തോളം കൊടുത്തോളാം. കുമാരിയല്ലേ അത്? ആ, അവളായിരിക്കും. കൊണ്ടുപോയവന്മാര് കൊടുത്ത കള്ളും വലിച്ചേറ്റ് വരിക. നാണമില്ലാത്തവള്. നേരം വെളുത്തിട്ട് അവളുടെ കെട്ടുവിട്ട് കാണൂല. നീ വണ്ടി എടുത്തേ. അത് കുമാരിയല്ല, അവളുടെ കയ്യിൽ ഒരു കുഞ്ഞുണ്ടല്ലോ. അയ്യോ, വണ്ടി വരുന്നുണ്ടല്ലോ. ആ പെണ്ണ് അറിഞ്ഞില്ലെന്നാ തോന്നേ. നീ ഓടിച്ചെന്നേ. വണ്ടി ഇങ്ങെത്തിയല്ലോ. തീർത്തിട്ടൊന്ന് എണീക്കാമോ? രാവിലെ മുതൽ ഇരിക്കുന്നല്ലേ. ഇത് നല്ല കൂത്ത്. തീർന്നാലേ എണീക്കാൻ പറ്റൂ. ഊടനുള്ള സാമ്പാർ കഷ്ണങ്ങളാ വൈകിട്ടെങ്കിലും ആവോ? എന്റെ ചന്ദ്ര, നിനക്കൊന്നും മിണ്ടായിരുന്നൂടെ? നീ ഇന്ന് ആരെയാ കണി കണ്ടേ? ആ തുളസി പെണ്ണിനെ കാണാൻ പറ്റാത്തന്റെ സുഖേടാ. എന്താടാ? എന്താ ചന്ദ്ര, നീ എന്താ ഇവിടെ? നിനക്കവള് വേണോ? ഉണ്ടോ വല്ലതും? അല്ല, കെട്ടിച്ചു വന്ന ചെലവിന് കൊടുക്ക. വലിയൊരു കടമ കഴിഞ്ഞു. എന്തായാലും കല്യാണം ഭംഗിയായിട്ട് നടന്നല്ലോ, അത് മതി. ആ, നീ നല്ല കൂട്ടുകാരിയാ തുളസിയുടെ, കേട്ടോ. എന്തിനാ നീ ചിരിക്കുന്നേ? ചിരിക്കൊന്നും വേണ്ട. എന്താ കല്യാണത്തിന് വരാഞ്ഞേ? അത് പിന്നെ ആന്റി, അമ്മയ്ക്ക് സുഖമില്ലാത്തോണ്ട് ഹോസ്പിറ്റലായിരുന്നു. ആണോ? എന്നിട്ട്? ആ, ഇപ്പൊ കുറവുണ്ട്. ചേച്ചി വന്നപ്പോ ഞാൻ വീട്ടിലേക്ക് വന്നു. പിന്നെ തുളസി വീട്ടിലുണ്ടോ? ഉണ്ട്, ചെല്ല്. വേണ്ട ആന്റി, വൈകുന്നേരം അമ്പലത്തിൽ വരുമ്പോ കണ്ടോളാം. ശരി ആന്റി. ഇവള് അവൾക്ക് സപ്പോർട്ടായിരുന്നു. ഞാനൊന്നും അറിഞ്ഞില്ലെന്ന വിചാരം. കുട്ടികളല്ലേ അവര്? അതെ അതെ, കുട്ടിയാ. എന്തായാലും അവൻ തുളസി പൊന്നുപോലെ നോക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവൻ നല്ലവനാണ്. ഇന്ന് ആള് കുറവായിരുന്നു. വൈകുന്നേരം ചായ കുടിക്കാൻ ചെന്നപ്പോ നമ്മളെ സപ്ലയർ വെക്കാൻ പറഞ്ഞു. ചന്ദ്രേട്ടൻ ഇന്നാകെ ടെൻഷനിലാണ്. എന്താ പറ്റി? ഓ, രാവിലെ മുതൽ പെണ്ണുമ്പിള്ളേക്ക് ഒരു വയ്യായിക. അല്ല, ഇന്നും വേണ്ടല്ലോ മുല്ലപ്പൂ. കെട്ടിയിട്ട് ഇത്രയായിട്ടും മധുതി തീർന്നില്ലേ? കെട്ടിയോൾ ഇത്രത്തോളം സ്നേഹിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണാം. കെട്ടും മുമ്പ് ഇത് പതിവുള്ളല്ലേ, പിന്നെന്താ? അത് ശരിയാ. തുളസി ചേച്ചിക്ക് മുല്ലപ്പൂ ജീവനും ചേട്ടനത് വീക്ക്നെസ് അല്ലേ?
അത് പിന്നെ നമ്മൾ ആഗ്രഹിച്ച് സ്നേഹിച്ച പെണ്ണിനെ കെട്ടുമ്പോ അറിയാം നിനക്ക് എന്റെ കുട്ടൻസ്. അപ്പൊ പോട്ടാ. ഞാൻ വിളിക്കാം വൈകിട്ട് വിളിക്കാം. ശരി, വിളിക്കാം. വേക്കൻസിക്കാണോ? നമ്മുടെ വേക്കൻസി കഴിഞ്ഞ മാസം ഫില്ല് ചെയ്തേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് മന്ത് ഉണ്ടാവും, അപ്പം അറിയിക്കാം. ഹലോ, പറഞ്ഞോ. ശരി ശരി. പുതിയ ഡിസൈനൊക്കെ ഉണ്ടെങ്കിൽ കയറ്റിവിട്. നല്ല നോക്കി. എങ്ങനെയുണ്ട്? എന്ത്? ഓ, എനിക്കറിയാം, നീ ആ മഞ്ഞുമല റാണിയുടെ മോളല്ലേ? ഞങ്ങളൊക്കെ ഒരേ ടൈമിൽ ഒരേ തൊഴിലെടുത്തിരുന്നവരാ. അതെ, നേരിട്ടായാലേ എന്തെങ്കിലും നക്കാപ്പിച്ച് അന്ന് സ്നേഹം കാട്ടി അവരങ്ങ് പോവും. എന്റെ കയ്യിലെ നല്ല പാർട്ടീസ് ഉണ്ട്, സമയം പറഞ്ഞ് കാശ് കിട്ടും, AC റൂമും നല്ല ആഹാരവും. പെട്ടെന്ന് ബസ് സ്റ്റോപ്പിലേക്ക് വന്നേ. എനിക്കും റാണിക്കൊക്കെ എന്നും തെങ്ങും ചൂടും കലുങ്കും ഒക്കെ ആയിരുന്നു. നിങ്ങളുടെയൊക്കെ ടൈം വരുന്നു കൂടെ. എന്താടി സരസു, വിശേഷം വല്ലതും ഉണ്ടോ? ഓ, എന്ത് വിശേഷം? മോള് വണ്ടിയിലോട്ട് കയറും. സരസു, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. വേഷം കെട്ടുകൊണ്ട് അവളുടെ പുറകെ ഇനിമേലും നടന്നേക്കരുത്. ഓ, ഒരു പുണ്യാളൻ. അവളുടെ അമ്മ മഞ്ഞുമല റാണിയെ കൊണ്ടുകിടന്ന് കുറെ തിന്നതല്ലേ? ഇപ്പൊ മോളും തിന്നു. നീ നന്നായ മതി. ഒരു കരണം തടിച്ച മറുകരണം കൂടി കാട്ടിക്കൊടുക്കണമെന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. എന്നാലും രണ്ടും ശരിയാവും. ജാഗ്രത. എന്തിനാ അവളെ ഇങ്ങനെ അവിടെ ഇവിടെ കലയം വിടുന്നത്? ആരും അങ്ങോട്ട് പറഞ്ഞയച്ചതല്ല, അവളായിട്ട് പോയതാ ജോലി അന്വേഷിച്ച്. പിന്നെ ആ ചാക്കോച്ചൻ വന്നിരുന്നു ചന്ദ്രനെ കാണാൻ. അവളെ അടുക്കളയിലെ സഹായത്തിന് വേണ്ടി ഹോട്ടലിലേക്ക് വിടാൻ പറഞ്ഞു. പക്ഷെ രാവിലത്തെ ബസ്സിന് പോണം. അതാണ് ഒരു
അവൾക്ക് വേണ്ടി നിർത്തി തൊഴിലാ. ഇനിയിപ്പോ വീണ്ടും അവൾക്ക് വേണ്ടി തന്നെ തുടങ്ങണമെന്നായിരിക്കും വിധി. എന്റെ ഭർത്താവിന് വേണ്ടി കഷ്ടപ്പെടേണ്ടത് ഞാനല്ലേ? അതെന്റെ കടമയാ. രാവിലെ മാമൻ എന്നെ കടയിലാക്കിയാൽ മതി. വേണ്ട മോളെ, മാമന്റെ വണ്ടിയിൽ മോള് വരണ്ട. മാമൻ ബസ് കയറ്റി വിടാം. ഞാൻ രാവിലെ റെഡിയായി നിൽക്കാം. കിച്ചൺ അവിടെയാ. പാചകക്കാരൻ വരുന്നതിന് മുമ്പ് അരിയേണ്ടതൊക്കെ അരിഞ്ഞു വെച്ചിട്ട് പാത്രം കഴുകും. എന്നാ ചെല്ലേ, പോയി ഐശ്വര്യമായിട്ട് തുടങ്ങും. ആ തുളസി, പച്ചക്കറി ഇറച്ചിയൊക്കെ ഫ്രീസറിലുണ്ട്. ആദ്യം പച്ചക്കറി കട്ട് ചെയ്യണം സാമ്പാറിന്, പിന്നെ ഇറച്ചി. അപ്പോഴേക്കും പാചകക്കാരനിക്ക് വരും. മാറിയിടാൻ ഡ്രസ്സ് അവിടെ സ്റ്റോർ റൂമിൽ മാറാൻ സൗകര്യമുണ്ട്. പോയി മാറി. ഒരു ജോലി കിട്ടിയതിന്റെ അന്ന് തന്നെ രാജിയാക്കി. കെട്ടിയോനെ നോക്കാൻ വായും വയറുണ്ടെന്നുള്ള കാര്യം കൂടി ഓർക്കണം. കുറച്ചു നേരം അടുത്ത് ഇരുന്നില്ല എന്ന് വെച്ചിവിടെ എന്തോ സംഭവിക്കാനാ? മാറിക്കോ, ഇവിടെ ക്യാമറ ഒന്നും ഇല്ല. മുതലാളി, ഇന്നെന്താടാ പതിവില്ല നേരത്തെ? ഇന്ന് അടുക്കളയിൽ പുതിയ ആള് വന്ന ദിവസമല്ലേ? അതിന് നിന്ന് പരിചയമില്ലാത്ത ആളെന്നല്ലേ മുതലാളി പറഞ്ഞത്. ഞാൻ രാവിലെ വരുമ്പോ ഒന്നും ശരിയായില്ലെങ്കിലും അതുകൊണ്ടൊന്നും ഇന്നും നേരത്തെ വന്നതാ. കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ നാളെ മുതൽ അവളങ്ങ് നോക്കിക്കോളൂ. പിന്നെ മാറിക്കഴിഞ്ഞെങ്കിൽ അടുക്കളയിലേക്ക് പോരെ. അതെ, കിച്ചണിലെ ചീഫ് ഞാനാ. നോക്കൂലി ഇപ്പൊ എല്ലായിടത്തും പതിവുള്ളതാ. ഉണങ്ങി വിറക് പോലും എടുത്തു വയ്ക്കും ഇവിടെ ആരുമില്ല. എല്ലാത്തിനും പിന്നെ എന്റെ കൈ തന്നെ എത്തണമല്ലോ. എനിക്കൊരു വിധി. റാണിയെ, നീ ആരോടാ ഈ സംസാരിക്കുന്നത്? ഇതങ്ങ് അകത്തേക്ക് വെച്ച്. തുളസി, ഇതങ്ങ് വാങ്ങി വെച്ചേ. എടി പെണ്ണേ, ഇതങ്ങ് വാങ്ങിക്കൊണ്ട് പോവാൻ. അവളിന്ന് കടയിൽ പോയില്ലേ? അതല്ലേ ഞാൻ പറഞ്ഞോണ്ടിരുന്നത്. ഒരു ദിവസം മേലണിഞ്ഞപ്പോ എല്ലാം മതിയായി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്നും പറഞ്ഞില്ല. അവക്ക് ജോലി ഒന്നും ചെയ്ത് ശീലമില്ലാത്തതല്ലേ? എല്ലാരും പിന്നെ പിറന്നു വീഴുമ്പോ തന്നെ പഠിച്ചിട്ടല്ലേ ചെയ്യുന്നത്. ചെയ്ത് എന്നെ ശീലാവുന്നേ. നോക്കി പഠിപ്പിക്കൊന്നും വേണ്ട. അതെ, ഇന്ന് 8 10 ആശുപത്രി പോണം. ഒരു 3000 രൂപയെങ്കിലും കയ്യിൽ വേണ്ടേ? എവിടെ ഉണ്ടാക്കാനാ? ഇവിടെ ചാക്കോച്ചന്റെ കടയിൽ നിൽക്കുമായിരുന്നെങ്കിൽ കട ആയിട്ടെങ്കിലും വാങ്ങിക്കായിരുന്നു. ആരെന്തെങ്കിലും കുറച്ച് കാശ് കടമായിട്ട് വാങ്ങിക്കാന്ന് വെച്ചാൽ പുറത്തിറങ്ങാൻ കൂടി ഇവിടെ സമ്മതിക്കില്ല. സന്ധ്യ കഴിഞ്ഞ് ഇറങ്ങിയാറില്ലേ പണിക്ക് പോയാലൊക്കെ തിരിച്ചു വരൂ. അത് പറഞ്ഞ അപ്പൊ തുടങ്ങും അവള്. വേണമെങ്കിൽ മതി, എനിക്ക് ആവതുണ്ടായിട്ടൊന്നും അല്ല.